മരട് നഗരസഭ വയോമിത്രം നെട്ടൂർ പാട്ടുവരക്കൽ വയോജന ക്ലബിന്റെ 11ാമത് വാർഷിക ആഘോഷവും കുടുംബ സംഗമവും കല്ലാത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഹാളിൽ വെച്ച് മരട് നഗരസഭയുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി ബേബി പോൾ ഉദ്ഘാടനം ചെയ്തു. വയോമിത്രം ക്ലബ്ബ് പ്രസിഡന്റ് വിശാലം സി ശേഖർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഡിവിഷൻ കൗൺസിലർ ശ്രീമതി മിനി ഷാജി സ്വാഗതവും ശ്രീ കൃഷ്ണൻ നായർ നന്ദിയും രേഖപ്പെടുത്തി. ക്ലബിന്റെ സെക്രട്ടറി രാധ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വയോമിത്രം വാർഷിക സമ്മേളനത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് നഗരസഭ 33ാം ഡിവിഷൻ കൗൺസിലർ ദിഷ പ്രതാപൻ, 1ാം ഡിവിഷൻ കൗൺസിലർ ശാലിനി അനിൽ രാജ്, 32ാം ഡിവിഷൻ അംഗനവാടി വർക്കർ പ്രബലത, ഡിവിഷനിലെ ആശാ വർക്കർ ഷീന ദിനേശൻ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന് ശേഷം വിവിധ കലാപരിപാടികളും 70 വയസ്സ് കഴിഞ്ഞ ക്ലബ് അംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചിരുന്നു. വയോജന ക്ലബിൻ്റെ 11ാമത് വാർഷികവും കുടുംബസംഗമവും ഇവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ആദ്യമായി ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസയും നിങ്ങൾക്ക് ഞാൻ നേരുകയാണ്. നമുക്കറിയാം 33ാം ഡിവിഷൻ്റെ വാർഷികവും വയോജന ക്ലബിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ. ഇന്നലെ സൗഹൃദ വയോമിത്ര ക്ലബിൻ്റെ വാർഷികത്തിനും ഞാൻ പങ്കെടുത്തിരുന്നു. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ആ വാർഷികവും നടന്നത്. മിനി ഷാജിയുടെ നേതൃത്വത്തിൽ വടക്കേ പാട്ടുപുരയ്ക്കൽ വയോജന ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മികച്ച നിലയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നഗരസഭയിൽ വയോജനങ്ങൾക്കായി നടത്തിവരുന്ന ഒത്തിരി പദ്ധതികൾ ഇന്ന് ആസൂത്രണം ചെയ്യപ്പെട്ടിരിക്കുന്നതിൽ എല്ലാത്തിലും ഒരെണ്ണത്തിൽ പോലും മുടങ്ങാതെ ഈ യൂണിറ്റിൽ നിന്നും അല്ലെ ഈ ക്ലബിൽ നിന്നും മുടങ്ങാതെ എല്ലാവരും അത് പറഞ്ഞിരിക്കുന്നതനുസരിച്ചുള്ള മെമ്പേഴ്സ് അവിടെ ഹാജരാകുമായിരുന്നു. ഇന്നത്തെ ഈ റിപ്പോർട്ട് അവതരിപ്പിച്ച സെക്രട്ടറിക്ക് എൻ്റെ എല്ലാവിധ ആശംസയും അതുപോലെ വന്നുപോയി. അപ്പം നിങ്ങളെപ്പോലെ അറിയിക്കുകയാണ്. നല്ലൊരു റിപ്പോർട്ടാണ് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ആ ഒരു നമ്മളെ അറിയിക്കുന്നൊരു ഇത്. അപ്പോൾ അത് നന്നായാൽ പിന്നെ ആ ക്ലബിനെ പറ്റി വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ നല്ലൊരു റിപ്പോർട്ടായിരുന്നു, പ്രത്യേകം അഭിനന്ദിക്കുന്നു. പിന്നെ നമുക്ക് നമ്മുടെ വയോജന ക്ലബിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. നഗരസഭയിൽ നിന്നും വയോജന ദിനങ്ങൾ നടത്തുന്നു, വയോജന വാർഷികം നടത്തുന്നു, അതുപോലെ അൽസമേഴ്സ് ഡേ നടത്തി, ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തി. എല്ലാത്തിലും ഈ ക്ലബിൽ നിന്നും പങ്കാളികളായിരുന്നു. കഴിഞ്ഞ വയോജന ദിനാഘോഷത്തിന് ഏറ്റവും ഓവറോൾ ട്രോഫിയുടെ ഞാൻ റിപ്പോർട്ടിൽ നിങ്ങൾക്കെല്ലാം മനസ്സിലായതാണ്, എങ്കിലും ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. എല്ലാത്തിനും നിങ്ങൾ പങ്കെടുത്തു. ഏറ്റവും എന്തെങ്കിലും ഒരു കലാകായിക മത്സരങ്ങൾ നടത്തുമ്പോൾ തന്നെ അത് വടക്കേ പാട്ടൂരയ്ക്കൽ അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ അതിനോട് അഭിമാനമുണ്ടെങ്കിലും അഹങ്കാരം ഒട്ടുമില്ലാത്ത വയോജന ക്ലബ് അംഗങ്ങളാണ് നമ്മൾ. എളിമയുടെ പര്യായമാണ് നമ്മളെല്ലാവരും. അത് നമ്മൾ ഒട്ടും കാണിക്കാറില്ല. അതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലും പുറത്താണെങ്കിലും വയോജന ക്ലബിലെ അംഗങ്ങളെ ആണെങ്കിലും മനസ്സറിഞ്ഞ് സഹായിക്കുന്ന കൂട്ടരാണ് നമ്മളെല്ലാവരും. ഇല്ലായ്മയിൽ നിന്നാണ് നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതൊരു മടിയുമില്ല. ഒരു രോഗിയുടെ കാര്യം പറഞ്ഞാൽ തന്നെയും നമ്മൾ ഒത്തൊരുമിച്ച് അത് ചെയ്യുകയും അത് അവർക്ക് കൊടുത്ത് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാവിധത്തിലും കാരുണ്യപരമായിട്ടും ക്ഷേമപരമായിട്ടും മറ്റുള്ള സഹതാപപരമായ കാര്യങ്ങൾക്കെല്ലാം മുന്നിൽ നിൽക്കുന്ന അംഗങ്ങളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഇത് ഒന്നുകൂടി നമ്മൾ ശക്തിപ്പെടുത്തണമെന്നും നമ്മുടെ അംഗങ്ങളെ ഇനിയും ഇതിൽ ചേർത്തുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. അനുഭവം ഇതാണ്, എല്ലാ വർഷവും ഇതാണ് നമുക്ക് അനുഭവം. ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ല, ആരെങ്കിലും ഒരാൾ വരും. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് അല്ലേ, അങ്ങനെയാണ് ഞങ്ങൾക്ക്. പിന്നെ അതല്ല നമ്മുടെ അംഗങ്ങളിപ്പോൾ നമുക്കിപ്പോൾ ഈ ഹോൾ എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. നമുക്ക് അവിടെ വടക്കേ പാട്ടുപുരയ്ക്കൽ തന്നെ ചെയ്താൽ മതിയായിരുന്നു. അത്രയുള്ള ആളുകളും വന്നിട്ടില്ല. നമുക്ക് 70 അംഗങ്ങളുള്ളതാണ്. അതിലും വലിയ വിഷമമുണ്ട് അംഗങ്ങളില്ലാത്തതിന്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നല്ല രീതിയിൽ നടന്നു പോകുന്നൊരു ക്ലബ്ബാണ്. അതിൽ നമുക്ക് ഒരുപാട് സഹകരണങ്ങൾ ചെയ്ത് നമുക്ക് യാത്രകളിലുമൊക്കെ നമ്മളെ ഒരുപാട് സഹായിക്കുന്ന നമ്മുടെ അംഗനവാടി ടീച്ചർ ഷീന ദിനേശ് ഞങ്ങളുടെ കൂടെ എവിടെ പോവുകയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ നമ്മുടെ കോർഡിനേറ്റർ പിന്നെ നമ്മുടെ മിനി നമുക്ക് എന്ത് കാര്യത്തിനും എപ്പോഴാണെങ്കിലും വിളിച്ചാൽ നമ്മുടെ കൂടെ ഉണ്ടാവും. എല്ലാവർക്കും ഞാൻ ഒരുപാട് സന്തോഷത്തോടെ ഓർക്കുന്നു. പിന്നെ നമുക്ക് സുഖമില്ലാത്തവർക്ക് നമ്മളൊരു 64,500 രൂപ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്.
പിന്നെ മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫണ്ട്, ചെറിയൊരു ഫണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 2000 രൂപ വെച്ച് ഒരാൾക്ക് കൊടുക്കും. അതിൽ നമ്മൾ 8000 രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് നമ്മൾ അവിടെ അംഗൻവാടിയിലേക്ക് വരുന്ന റോഡ് നേരാക്കാൻ വേണ്ടിയിട്ട് ഒരു 8100 രൂപ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ അംഗങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്, അല്ലാണ്ട് പുറത്തുനിന്നല്ല. അംഗങ്ങൾ ഒരാൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ലോണം സഹകരിക്കും.